കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 2-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവിനെ പാടി സ്തുതിക്കുവാനുള്ള ഒരു മനസ്സും ഹൃദയവും നമുക്കുണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ നയിക്കും. ചെങ്കടൽ കടത്തി മറുകരയിലേക്ക് ദൈവം രക്ഷകനായി ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുമ്പോൾ മോശ കർത്താവിനെ പാടി സ്തുതിച്ചു. കർത്താവിന്റെ ശക്തിയും രക്ഷയുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. ഇസ്രായേൽ ജനങ്ങൾ ദൈവം പറഞ്ഞതനുസരിച്ച് കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടപ്പോൾ അവരുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹത്തെ മോശയുടെ നേതൃത്വത്തിൽ 40 വർഷം ദൈവം സംരക്ഷിച്ചുവെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതിരിക്കുമോ? സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് തക്ക സമയത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിരാശയിൽ അടിമപ്പെടാതെ പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ഇസ്രായേലിന്റെ ദൈവത്തെ പോൽ മറ്റൊരു ദൈവമില്ല. നമ്മെ സഹായിക്കുന്ന നമ്മുടെ കർത്താവായ ദൈവത്തെ ഈ നിമിഷം നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മെ സഹായിക്കുവാൻ മേഘാരൂഢനായി കടന്നു വരുന്ന കർത്താവായ യേശുവിനെ ഈ നിമിഷം സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അവിടുത്തെ ആരാധിക്കാം. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. ആമേൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. ഹല്ലേലൂയ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യം അന്ത്യം. ആമേൻ, ആമേൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യം അന്ത്യം. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതിദേവനും നമ്മുടെ കർത്താവായ യേശു മാത്രം. കാലങ്ങൾ മാറിപ്പോയാലും ഒരിക്കലും മാറാത്ത നമ്മുടെ കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു. രാജാവും കർത്താതി കർത്താവും ദേവാതിദേവനും അവൻ മാത്രം. ആമേൻ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതിദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. ഹല്ലേലൂയ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. ഓ, അവൻ ആൽഫ ഒമേഗ, ആദ്യനും അന്ത്യനും. ആമേൻ, ആമേൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യം അന്ത്യം. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. കൈപ്പേറിയ നമ്മുടെ ജീവിതത്തെ മധുരമുള്ളതാക്കി തീർക്കുന്ന നമ്മുടെ കർത്താവായ യേശു, പാറയെ പിളർന്ന് നമ്മുടെ ദാഹം തീർത്തവൻ. ആ കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ആമേൻ. ഹല്ലേലൂയ. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ളോൻ പാറയെ പിളർന്നു ദാഹം പോകും. ഹല്ലേലൂയ. മാറായ മാധുര്യ
മാധുര്യമാക്കാൻ കഴിവുള്ളോൻ പാറയെ പിളർന്നു ദാഹം പോക്കും ചിന്താകുലങ്ങൾ ഇല്ലാതെ സ്വന്തമായെന്നും നടത്തും ചിന്താകുലങ്ങൾ ഇല്ലാതെ സ്വന്തമായെന്നും അവിടെ ആൽഫയും ഒമേഗയുമായ ദൈവം ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. കർത്താവായ യേശുവേ, അവിടുത്തെ ആത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ അവിടുത്തെ ശക്തി അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു പുതുബലം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ എന്റെ യേശുവേ, കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ ബലഹീനനായി തീർന്നാലും പുതുബലമെന്നെ പകരും. ആമേൻ, ഹല്ലേലൂയ. ബലഹീനനായി തീർന്നാലും പുതുബലമെന്നെ പകരും. ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെട്ട ഇന്ന് നമ്മുടെ ജീവിതത്തിലെ അസാധ്യമെന്ന് കരുതുന്ന നമ്മുടെ പ്രാർത്ഥനകളിലും ആവശ്യങ്ങളിലും കർത്താവായ ദൈവം കടന്നു വരികയും നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങൾ സാധ്യമായി തീരട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.